നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 5-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 21-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ഇപ്പോൾ ചതയ നക്ഷത്രം ഞായറാഴ്ച. ചതയ നക്ഷത്രം ജാതക പ്രകാരം ശുഭനക്ഷത്രമാണ്. അതുപോലെ ഇന്ന് ഞായറാഴ്ച സൂര്യൻ്റെ ദിവസമാണ്. പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച. അതുകൊണ്ട് ഞായറാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. സൂര്യവാരം, ഞായറാഴ്ചയും നക്ഷത്രം ചതയം ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. നല്ലൊരു ദിവസമാണ്. ശരിക്കും ഞായറാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ലോകം എമ്പാടും അവധി ദിവസമായിട്ട് ആചരിക്കുന്നതും ഞായറാഴ്ചയാണ്. ചില സ്ഥലങ്ങളിൽ മാത്രം ഞായറാഴ്ച അവധിയല്ല എങ്കിൽ പോലും ലോകത്ത് ആകമാനം നോക്കുമ്പോൾ അവധി ദിവസമാണ് ഞായറാഴ്ച. കാരണം സൂര്യൻ്റെ ദിവസം ജോലിയൊന്നും ചെയ്യാതെ, മറ്റ് കഠിനമായ അധ്വാനമൊന്നും ചെയ്യാതെ ഏകാഗ്രമായിട്ടിരുന്ന് പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ എനർജി സ്വീകരിച്ച് ആ ഒരാഴ്ചയ്ക്ക് വേണ്ടി ഓട്ടത്തിനുള്ള എനർജി ശേഖരിക്കുന്ന, ശരിക്ക് ചാർജ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം അവർക്ക് മോശപ്രദമാണെങ്കിൽ അടുത്തുള്ള ബാക്കി ദിവസങ്ങളും മോശപ്രദമാണ്. അതുകൊണ്ടാണ് വീട്ടിൽ നിൽക്കുന്ന ദിവസമാണ്. കുടുംബസമേതം ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് അവധി ദിവസങ്ങളിലാണ്. ആ ദിവസത്തെ എനർജി ആസ്പദമാക്കിയിരിക്കും ആ കുടുംബത്തിനകത്തുള്ള ഐശ്വര്യം തന്നെ. അപ്പോൾ നല്ലൊരു ദിവസത്തെ പ്രദാനം ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പോൾ സന്തോഷപ്രദമായിട്ട് നിൽക്കുക. അതുപോലെ തന്നെ മിഥുന മാസത്തിലെ ചതയ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷവും അനുകൂലപ്രദമായിരിക്കും. എങ്കിലും സൂര്യന് ഒരു പ്രത്യേകതയുള്ളത് ചൂട് ഗ്രഹമാണ്. കുറച്ച് ടെൻഷനും അസ്വസ്ഥതയും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. ടെൻഷൻ ഉണ്ടാവും എന്ന് കണ്ടു തന്നെ പോകണം. അപ്പോൾ കുറച്ച് ടെൻഷനും അസ്വസ്ഥതയ്ക്കും ഇടവരുന്ന ഒരു വർഷക്കാലം തന്നെയാണ്. അതിന് ഏറ്റവും സിമ്പിൾ വേ, നമുക്ക് ആ ടെൻഷനെ കുറയ്ക്കാനായിട്ട്, നമുക്ക് ഐശ്വര്യഫലം സിദ്ധിക്കാനായിട്ട്, നമുക്ക് പുരോഗതി, സൂര്യൻ പ്രകാശമാണ്. ഏറ്റവും കൂടുതൽ എനർജി സ്രോതസ്സാണ് സൂര്യനിൽ നിന്ന്. സൂര്യനില്ലെങ്കിൽ ഒന്നുമില്ല. സോളാർ സിസ്റ്റം തന്നെ ഇല്ല. പ്രപഞ്ചം തന്നെ നിലനിൽക്കത്തില്ല. അപ്പോൾ ആ സൂര്യനിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടാനും തടസ്സഭാവങ്ങളോ ഒന്നും വരാതിരിക്കാനുമായിട്ട് എന്ത് ചെയ്യണം? രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴണം ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് കിട്ടേണ്ട ഫലം ഒരിടത്തും ബ്ലോക്കില്ലാതെ യഥാസമയത്ത് ലഭ്യമാവും. അപ്പോൾ ആ എനർജി നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല സമയമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹുകാല സമയത്ത് യാത്ര തുടങ്ങരുത്. രാഹുകാല സമയം ഓരോ ദിവസവും 1.5 മണിക്കൂറോളം സമയമുണ്ട്. ഇന്ന് വൈകുന്നേര സമയത്താണ് വരുന്നത്. 4:30 മുതൽ 6 മണി വരെ എന്നാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ രാഹുകാലം 4:30 തുടങ്ങത്തില്ല. 5:12 ആരംഭിക്കുകയുള്ളൂ. 6:46 വരെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അവധി ദിവസങ്ങളിൽ വൈകുന്നേര സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുക കുടുംബസമേതം. അത് രാഹുകാലം നോക്കിയിട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ നമ്മൾ പോകുന്ന നല്ല സന്തോഷത്തിൽ പോവും, തിരിച്ച് വിഷമത്തിൽ, പിണക്കത്തിൽ തിരിച്ചു വന്ന് കയറും. പോകുന്നതൊക്കെ വളരെ സന്തോഷത്തിലായിരിക്കും, തിരിച്ച് വരുന്നത് പലതരത്തിൽ കലഹത്തിലായിരിക്കും. അത് വരാതിരിക്കാൻ വേണ്ടി രാഹുകാലം നോക്കി യാത്ര തിരിക്കുക. അതുപോലെ തന്നെ ഗുളികകാലവും യമകണ്ഠ കാലവും എല്ലാ ദിവസവും ഉണ്ട്. ഇന്നും ഗുളികകാലം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും യമകണ്ഠ കാല സമയം വരുന്നത്
12:29 തൊട്ട് 2 മണി 3 മിനിറ്റ് വരെയും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം 12:05 തൊട്ട് 12:53 വരെ 48 മിനിറ്റ് നേരം. അപ്പോൾ ശുഭപ്രദമായ ദിവസമാണ്. അപ്പോൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ വസ്ത്രധാരണവും കൂടി ശ്രദ്ധിച്ചോളുക. റെഡ് കളറോ താമരപ്പൂവിൻ്റെ കളറോ ചുടുകല്ലിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എന്തു ചെയ്യും, നമ്മളിലേക്ക് ആ സൂര്യൻ്റെ പ്രകാശം കടന്നു വരും. നമുക്ക് പോകുന്ന വേദിയിൽ ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.